ഇന്നെന്താ സ്പെഷ്യല്? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുനാഫ. എങ്ങനെയാണ് നമുക്കിതിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? നമ്മളിവിടെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. നമുക്കിത് മുഴുവനും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് ഇവിടെ മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം നമുക്കിത് 250 ഗ്രാം കുനാഫ ഗരം മസാല എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറിയ പീസസായിട്ട് ഇങ്ങനെയൊന്ന് ഒടിച്ചെടുക്കാം കേട്ടോ. നിറച്ചായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് ഒടിച്ച് വരുമ്പോഴത്തേക്ക് ഇത്ര ഒരു ക്വാണ്ടിറ്റിയെ കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുനാഫ ഡോയൊക്കെ നമ്മളിത് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുഴുവൻ ബട്ടറും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 250 ഗ്രാം ഗരം മസാലയ്ക്ക് നമ്മൾ 100 ഗ്രാം ബട്ടർ കറക്റ്റായിരിക്കും. അപ്പം ഞാൻ രണ്ടും കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മളിവിടെ ഒരു കേക്ക് മോൾഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ കുനാഫയ്ക്ക് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മോൾഡിൽ എല്ലായിടത്തും ബട്ടർ ഒന്ന് തേച്ച് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനെങ്കിലും തേക്കുന്നത് വെച്ചാൽ നമ്മുടെ കുനാഫ വേഗം തന്നെ ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ കുനാഫ ഡോ നമുക്കത് ഈ പാത്രത്തിലോട്ട് അടിയിൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് നമ്മൾ ഈ നിരത്തി കൊടുക്കാം. നമ്മൾ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു ലെയറായിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഉറച്ചിരിക്കണം. സൈഡിൽ ഇങ്ങനെ ലെയർ പോലെ കൊടുത്തേക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രീമി സോസ് ഒഴിക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പം ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് നല്ലൊരു സോസ് തയ്യാറാക്കി ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മൈദ. നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലൊക്കെ ഒഴിച്ചത് കട്ടകളൊന്നും ഇല്ലാതെ ഇവിടെ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ പാൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ മൈദ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഇതൊന്ന് കുറുകി വരും. നമ്മുടെ അതേ സോസ് വേഗം തന്നെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 100 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒറിജിനൽ കുനാഫയ്ക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രീം ചീസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ക്രീം ചീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മസാല ചീസൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുനാഫ ഫസ്റ്റ് ലെയറിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ഈ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ക്രീം സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ബാക്കി വെച്ചിരുന്ന കുനാഫയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് നമുക്കത് നമ്മളത് എല്ലായിടത്തും ഇതുപോലൊന്ന് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ അകത്തുള്ള ആ സോസ് പുറത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പം നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലൊരു ഓവൻ സെറ്റപ്പിലാണ് കേട്ടോ. നമ്മുടെ കുനാഫ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ഹോളുള്ള പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് നമ്മുടെ ഹോളൊന്ന് അടച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലൊരു വളയും കൂടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാൻ ഇവിടെ ഫ്രീ ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുനാഫ നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ
ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കുനാഫ ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ അറിയുന്നത് വെച്ചാൽ കണ്ടോ, ഈ സൈഡിലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ടെന്നറിയാം. കുനാഫയുടെ ഈ മുകൾവശവും കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളറിന് വേണ്ടിയിട്ട് നമുക്കിത് ബട്ടർ തേച്ച മറ്റൊരു പാനിനകത്തേക്ക് ഒന്ന് തട്ടി വെക്കാം. തമ്പുരാനി, ഓ സക്സസ്. ബട്ടർ തേച്ച് മറ്റൊരു പാനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഒരു 5 മിനിറ്റും കൂടി വെച്ച് ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മസല്ലിക്കൊക്കെ നമ്മുടെ ഇതിൻ്റെ ഒരു മധുരമാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കുനാഫ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ കണ്ടില്ലേ, അകത്തെ ലെയർ നല്ലൊരു ജ്യൂസി ലെയറാണ് കേട്ടോ. കത്തി അങ്ങോട്ട് വെക്കുമ്പോഴേ കണ്ടില്ലേ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മുകൾ വശം നല്ല ക്രിസ്പിയും കൂടിയാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പം നല്ല അടിപൊളി ഡെസേർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.